ഇത് തൃശൂർ ജില്ലയിലെ ആണഞ്ചേരി ഗ്രാമം. ഇവിടെയാണ് അലക്സ് എന്ന് വിളിപ്പേരുള്ള ചെറിയാൻ പി തോമസിന്റെ 6 ഏക്കർ കൃഷിഭൂമി. വളരെ വ്യത്യസ്തമായ ബഹുവിള കൃഷിയുടെ പരീക്ഷണം മൂലം ഇന്നിവിടെ പച്ചപ്പണി നിൽക്കുന്നത് 300ഓളം ജാതി, 500 തെങ്ങ്, 700 കമ്പ്, 1000-ലേറെ വിവിധ വർഗങ്ങളിലുള്ള വാഴകൾ, മാംഗോസ്റ്റീൻ, ചേമ്പ്, ചേന, പലയിനം പ്ലാവ്, കൈതച്ചക, റംബൂട്ടാൻ എന്നിവയാണ്. ഈ കർഷകന്റെ കാർഷിക നേട്ടങ്ങൾക്കുള്ള കാരണം പാരമ്പര്യ കൃഷിയെ മുറുകെ പിടിച്ചത് മാത്രമല്ല, അതോടൊപ്പം തന്റേതായ വ്യത്യസ്ത പരീക്ഷണങ്ങളുടെ വിജയം കൂടിയാണ്. പാരമ്പര്യമായി കിട്ടിയ നിലത്തിൽ അച്ഛനിൽ നിന്നും അമ്മാവനിൽ നിന്നും നേടിയ അറിവുകൾ അതുപോലെ പകർത്താൻ ഈ കർഷകന് കഴിഞ്ഞു. ചെറുപ്പം മുതലേ കൃഷി വലിയ ഇഷ്ടമാണ്. വളരെ ചെറുപ്പം തൊട്ട് മൃഗങ്ങൾ, അതുപോലെ കൃഷി, വളരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ടു നടക്കും ഞാൻ പറമ്പിൽ. പൂർവികമായിട്ട് എല്ലാവർക്കും ആയിരുന്നു. ഇപ്പോൾ അത് പിന്തുടർന്ന് പോരുന്നു. എല്ലാ വക പഴവർഗ്ഗങ്ങളും എൻ്റെ പറമ്പിലുണ്ട്. അതുപോലെ ജാതി, 45 വർഷമുള്ള ജാതി, മാംഗോസ്റ്റി 45, അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഇത് പുറം ലോകം അറിയത്തില്ലായിരുന്നു. ഇപ്പം വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെ ആക്കി വന്നിരിക്കുന്നു. എല്ലാ തരവും 10-400 തെങ്ങ്, അതുപോലെ കമുക്, കുരുമുളക്, എല്ലാ മരങ്ങളും എൻ്റെ പറമ്പിലുണ്ട്. വളരെ നല്ല രീതിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ പണിക്കാരുടെ കൂടെ കൃഷി ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു. ഇന്ന് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന 65 കിലോഗ്രാം ഭാരമുള്ള ചക്ക, 800 ഗ്രാം തൂക്കമുള്ള ജാതിക്ക, കൂടുതൽ കായ്ഫലമുള്ള വാഴക്കുലകൾ എല്ലാം തന്നെ അലക്സിന്റെ കൃഷി രീതിയെ മറ്റു കൃഷിക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അലക്സിന്റെ കൃഷിഭ്രമം ആരംഭിക്കുന്നത് നന്നേ ചെറുപ്പകാലം മുതലാണ്. കുട്ടിക്കാലത്ത് തന്നെ പയർവിത്ത് നട്ടും പയർ വിളവെടുത്തും ആ ബാലൻ കൃഷി അറിവുകളിലൂടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കുകയായിരുന്നു. കൂട്ടുകാർ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി ഉയരങ്ങൾ എത്തിപ്പിടിക്കുമ്പോൾ അലക്സ് കണ്ടെത്തിയ ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അങ്ങനെയാണ് അലക്സ് എന്ന ഈ കർഷകൻ തന്റെ കൃഷിയെ വൈവിധ്യമുള്ളതാക്കി തീർത്തു. ഒരിഞ്ച് ഭൂമി പോലും പാഴാക്കി കളയാതെ എന്നും വിളവെടുക്കാവുന്ന തരത്തിലുള്ള കൃഷി ഇനങ്ങളാണ് അലക്സ് ഇവിടെ പരീക്ഷിച്ചത്. എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ പിതാവ് ഒരു മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ പ്രകാരമാണ് ഞാൻ കൃഷി കൊണ്ടു നടക്കുന്നത്. അതുപോലെ അമ്മാവൻ മരങ്ങളോട് പോയി സംസാരിക്കും, അതിനെ തല്ലും, ചിലപ്പോൾ വടിയെടുത്തിട്ട് അടിക്കും. അതൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ അത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ഈ ജാതി ഇങ്ങനെ കായ്ക്കുന്നത്. അത് ഞാനിങ്ങനെ പിന്തുടർന്ന് പോരുന്നു. പല ഇതിലായിട്ട് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ അമ്മാവൻ ഇങ്ങനെ ചോദിക്കും, ഒരു മരത്തിൽ കായില്ലല്ലോ, അതെന്താ കുറവ്, ഈ വർഷം എന്താ കുറവെന്നൊക്കെ മരത്തിനോട് ചോദിക്കും. അപ്പം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് തന്നെ ചെയ്യും. ഈ വർഷം ആ മരത്തെ കുറവാണെങ്കിൽ എന്താ ആ കുറവ്, വളരെ അത് നമ്മളോട് സംസാരിക്കുന്ന മാതിരി ഒരു ജീവനുള്ള സാധനം അത് നമ്മളോട് തന്നെ. ഇപ്പം ഞാനിപ്പോൾ മ്യൂസിക് സിസ്റ്റം മുഴുവൻ എല്ലായിടത്തും ഇടാൻ പോകും. ഇതുപോലെ പാട്ട് കേട്ടിട്ട് അതിൽ ഓരോന്നിങ്ങനെ അമ്മാവൻ്റെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ കൃഷി കാര്യങ്ങൾ ഒത്തിരി കണ്ടുപഠിച്ചിട്ടുള്ള വളരെ ചെറുപ്പം തൊട്ട് കണ്ടുപഠിച്ചിരിക്കുന്നു. അതുപോലെ എനിക്കിപ്പോഴും പലരും എന്നോട് ചോദിക്കും, എന്താ ജാതി, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, നിൻ്റെ പറമ്പിൽ നിറച്ചു കായ. ഇതൊക്കെ ഈ അമ്മാവൻ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ ചെറുപ്പം തൊട്ട് പയറൊക്കെ കൃഷി ചെയ്യും. വളരെ കുഞ്ഞായിരുന്നു തൊട്ട് വളരെയൊക്കെ സ്വന്തമായിട്ട്, ഇപ്പം ഇത്രയും ഭൂമിയോടൊപ്പം സ്വന്തമായിട്ട് വാഴ വെക്കും ചെറുപ്പത്തിൽ. അത് എനിക്ക് 10-15 പണിക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അതൊന്നും നോക്കാണ്ട് സ്വന്തമായിട്ട് കുഴി കുത്തി 100-100 വാഴയൊക്കെ അന്നോട്ട് വെക്കും. അതിൻ്റെ ആദായം ഈൽഡ് ഞാൻ എടുക്കും. അങ്ങനെ തന്നെ വളരെ ക്രേസാണ് അന്ന് തൊട്ട് എനിക്ക് പല കാര്യങ്ങളിലും. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ അലക്സിന്റെ 6 ഏക്കർ കൃഷിത്തോട്ടം 45 വർഷം പഴക്കമുള്ള ജാതി മരങ്ങളാൽ സമൃദ്ധമാണ്. പാരമ്പര്യ കൃഷിയുടെ പിൻബലത്തിൽ ജാതിയുടെ ആയുസ് വളരെയേറെ വർദ്ധിപ്പിക്കാൻ ഈ കർഷകന് കഴിയുന്നുണ്ട്. ചൂടും ഈർപ്പവുമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ജാതി കൃഷിക്ക് അനുയോജ്യം. ജൈവസമ്പുഷ്ടമായ നീർവാർച്ചയുള്ള മണ്ണിൽ ജാതി സമൃദ്ധമായി വളരുന്നു. ജാതിക്കായും ജാതിപത്രിയുമാണ് വാണിജ്യ പ്രാധാന്യമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ. വിളഞ്ഞ് മൂപ്പെത്തിയ വിത്തുകൾ പാകിയാണ് ജാതിത്തൈ ഉണ്ടാക്കുന്നത്. തുടർച്ചയായി നല്ല വിളവ് തരുന്ന ആരോഗ്യമുള്ള
മാതൃവൃക്ഷങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും കായ്കൾ എടുക്കുന്നതാണ് ഉത്തമം. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സകല ആളുകളും ഭൂമി വിറ്റൊടുക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും ഭൂമി വാങ്ങിക്കൂട്ടി അതിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത് ഇന്ന് ഈ നാടിന് പോലും, ഇന്ന് ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പോലും ഒരുപക്ഷെ ഇവിടെ വന്നുകൊണ്ട് ഇത് പഠിച്ചു പോകുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം അദ്ദേഹം വന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇന്നെ പോലെയാണ് ഇത് വിളയുന്നത്, ഇത്ര വർഷം കൊണ്ട് വിളയും. 10-65 കിലോ ഭാരമുള്ള ചക്കകൾ വിളയിക്കുന്നു അദ്ദേഹം. 45 മുതൽ 80 കിലോയുള്ള കായക്കൊലകൾ വിളയിക്കുന്നു. ഈ തെങ്ങിനും അതുപോലെ തന്നെ വാഴയ്ക്കും വളമിടുന്ന നമ്മൾ പ്ലാവിനും മാവിനും വളമിട്ട് വളർത്തുന്നത് ഞാൻ അവിടെ കണ്ടിട്ടില്ല, കാണുന്നത് ആദ്യമായിട്ടാണ്. പ്ലാവിന് പോലും അദ്ദേഹം കൃത്യമായി പരിചരണം നൽകിക്കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കാനിടയായി, എന്തുകൊണ്ടാണ് ഇത്രയും കായഫലങ്ങൾ നിങ്ങളുടെ മരത്തിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നേരം വിളിച്ചാകുമ്പോൾ 7:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ മക്കളോട് സംസാരിക്കുന്നത് പോലെ ഈ മരങ്ങളോട് ഞാൻ സംസാരിക്കുന്നു, അവരോട് ചോദിക്കുന്നു, അവരോട് വർത്തമാനം പറയുന്നു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് ഞാൻ അവർക്ക് കൊടുക്കുന്നു. അവരുടെ ഭാഷ എനിക്കും മനസ്സിലാവും, എൻ്റെ ഭാഷ അവർക്കും മനസ്സിലാവും എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം ഇവിടുത്തെ ഈ വക സംസാരങ്ങളോട് കൂടിയാണ് ഓരോ ദിവസം ആൾ തുടങ്ങുന്നത് തന്നെ. ധാരാളം കാലം നിലനിൽക്കുന്ന കാട്ടുജാതിയും ധാരാളം വിളവ് തരുന്ന നാട്ടുജാതിയുമായി ചേർത്ത് ബഡ് ചെയ്ത് ജാതി കൃഷിയിൽ അത്ഭുത നേട്ടം കൊയ്യുകയാണ് അലക്സ്. 800 ഗ്രാം തൂക്കമുള്ള ജാതിക്കായകളാണ് അലക്സിന്റെ ജാതി കൃഷിയിൽ ഏറെയും. ഇങ്ങനെ ബഡ് ചെയ്തെടുക്കുന്ന ജാതി തൈകൾ ഇവിടെ വിൽപ്പനയ്ക്കും ലഭ്യമാണ്. പൊതുവെ അദ്ദേഹം അനുവർത്തിച്ചു വരുന്നത് ജൈവ കൃഷി രീതികളാണ്. സമ്മിശ്ര കൃഷിയിൽ തന്നെ ജാതി, കവുങ്ങ്, വാഴ, തെങ്ങ്, കുരുമുളക് ഇതാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ജാതി കൃഷിയിൽ തന്നെ എൻ്റെ സർവീസിൽ ഇതുവരെ ഞാൻ ഇതുപോലെ മനോഹരമായ ഒരു ജാതി തോട്ടം കണ്ടിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ശാസ്ത്രീയമായി നമ്മൾ പറയുന്നതിനപ്പുറം മണ്ണിനെ അതിൻ്റെ ആ പരിപാലനമായ രീതിയിൽ അദ്ദേഹം സൂക്ഷിക്കുന്നു. അതാണ് ഏറ്റവും വലിയ, അദ്ദേഹത്തിൻ്റെ പൈതൃകമായിട്ട് കിട്ടിയ സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്ന് അറിയുന്നത്. പക്ഷേ അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി മികച്ചതാക്കി പുള്ളിക്കാരൻ സംരക്ഷിച്ചു വരുന്നു. അതാണ് ഏറ്റവും വലിയ. മണ്ണ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണ് സംരക്ഷിക്കുന്നതും ജൈവവള പ്രയോഗം, മണ്ണിൻ്റെ അത് പുതുമണ്ണ് വീണ്ടും ജാതിക്ക് എല്ലാ വർഷവും കൊണ്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ജൈവവളങ്ങൾ, മറ്റ് രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഉള്ള ജാതികൾ എന്ന് പറയുന്നത് ജാതി മുത്തശ്ശന്മാരെന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് വലിയ ജാതികളാണ്. ആ കൂൾനെസ് അതിനകത്ത് നിൽക്കുമ്പോൾ ഒരു എയർ കണ്ടീഷനിൽ നിൽക്കുന്ന അതിനേക്കാൾ നല്ല മനോഹരമായ ഒരവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ജാതിത്തോട്ടത്തിന് സാധാരണഗതിയിൽ ജൈവവളമാണെങ്കിൽ തന്നെയും കർഷകർ ജാതിയിൽ വാട്ടരോഗം വന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നു. ഈ തോട്ടത്തിൽ പൊതുവെ ജാതിക്കുള്ള അസുഖങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നീട് ഇപ്പോൾ തന്നെ സീസൺ ഔട്ടാണെങ്കിൽ തന്നെയും ധാരാളം അവിടെ ഇവിടെയൊക്കെ കായ്കൾ, എല്ലാ തോട്ടത്തിലെയും കായ്കൾ ഇല്ലാത്ത അവസരത്തിലും കായ്കൾ ധാരാളം ഉണ്ട്. ജാതിയുടെ വേരിൽ ഉപരിതലത്തിലായതിനാൽ ആഴത്തിലുള്ള കൊത്തും കിളയും ഒഴിവാക്കണം. വേനലിൽ പുതയിടലും നനയും നിർബന്ധമായി ചെയ്തിരിക്കണം. ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാരം എന്നിവ സമൃദ്ധമായി ഇട്ടുകൊണ്ടാണ് അലക്സിന്റെ ജാതി കൃഷി പുരോഗമിക്കുന്നത്. കായ്ചീയൽ, കായ് പൊഴിച്ചിൽ, ഇലകരിച്ചിൽ, ഇലക്കൊഴിച്ചിൽ എന്നിവയാണ് ജാതിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. ശരിയായ ഇടയകലം നിലനിർത്തുന്നതിലൂടെയും പുതുമണ്ണ് കോരിത്തട്ടുന്നതിലൂടെയും പൂർണ്ണമായും രോഗങ്ങളെ അകറ്റാൻ ഈ കർഷകന് സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൃഷിരീതികളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ പലതവണ പല അത്ഭുതങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 50 കിലോനും 60 കിലോനും 80 കിലോനും ഒക്കെ തൂക്കമുള്ള ചക്ക, അതുപോലെ വലിയ വലിയ ഗ്രാൻഡ് നെയിം വാഴക്കുലകൾ, നേന്ത്രവാഴക്കുല, കദളി വാഴക്കുല തുടങ്ങി പഴവർഗ്ഗങ്ങളുടെയും മറ്റ് കൃഷികളുടെയും എല്ലാം വളരെ വലിയ ഒരു പരീക്ഷണശാലയാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം. ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള 60-ൽ പരം പഴവർഗ്ഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ വിളയുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി, ഈ നാട്ടിലുള്ള ഏറ്റവും പഴക്കമുള്ള ജാതി മരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പറമ്പിലാണ്. 50, 60, 70 വർഷം പഴക്കമുള്ള വൻ ജാതി മരങ്ങളാണ് ഈ പറമ്പിൽ മുഴുവൻ കാണുന്നത്. ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നില്ല. ഒരു AC ബിൽഡിങ്ങിൽ താമസിക്കുന്നത് പോലെയുള്ള വളരെ കൂളിംഗ് ഉള്ള ഒരു കൃഷിയിടമാണ്. അല്പം പോലും സൂര്യപ്രകാശം പാഴാക്കാതെ സമ്മിശ്ര കൃഷിയുടെ വിവിധ സാധ്യതകൾ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു കൃഷിയിടമായിട്ട് വേണം ഇതിനെ വിലയിരുത്താനായിട്ട്. ഇവിടെ തെങ്ങാണെങ്കിലും ശരി, തെങ്ങിൽ ഏറ്റവും മണ്ണിലേക്ക് തന്നെ കുലകൾ വിളഞ്ഞു വീഴുന്ന പുതിയ ഇനം തെങ്ങിൻ തൈകൾ,
അതുപോലെ തന്നെ വലിയ തൂക്കം കിട്ടുന്ന പപ്പായ മരങ്ങൾ, അങ്ങനെ റംബൂട്ടാൻ, ഫിലോസാൻ, മാങ്കോസ്റ്റിൻ തുടങ്ങി ഒരു മരത്തിൽ നിന്ന് പോലും ഏകദേശം 1 ലക്ഷം രൂപയുടെയൊക്കെ വരുമാനം കിട്ടാവുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ വിവിധ ശ്രേണികൾ ഈ പറമ്പിൽ നട്ട് വളർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയുള്ള ജാതി തൈകൾ നട്ട് 2ാം വർഷം തന്നെ പൂവിടുന്നു എന്നുള്ള അത്ഭുത കാഴ്ച നമുക്ക് ഈ കൃഷിയിടത്തിൽ വന്നാൽ കാണാൻ കഴിയും. ഈ പുഴയോരത്തിൻ്റെ ഈ മനോഹരമായ ഈ പ്രദേശത്ത് പുഴയുടെ ഇരുകരകളിലുമായി ഇദ്ദേഹത്തിൻ്റെ തോട്ടം കാർഷിക ശാസ്ത്രജ്ഞന്മാർക്കും വിദ്യാർത്ഥികൾക്കും എന്നും ഒരു അത്ഭുതമായ പഠന കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് ഇന്ന് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ മൂല്യമുള്ള സ്ഥലമാണിത്. ഒരു സെൻറ്റിന് 1, 2, 3 ലക്ഷം രൂപയ്ക്ക് ഇവിടെ വിൽപ്പന നടക്കുന്ന സ്ഥലത്ത് ഒരുവിധ അത്തരത്തിലുള്ള പ്രലോഭനങ്ങളെയും ആശ്രയിക്കാതെ ഈ കൃഷിയിടം ഒരു പറുദീസയായി തന്നെ നിലനിർത്താൻ അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി ഈ ലോകം മുഴുവൻ ആദരിക്കപ്പെടേണ്ട സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിനേക്കാൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഈ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കർഷകന് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം അതിലൂടെ പ്രാവർത്തികമാക്കി തെളിയിച്ചിരിക്കുകയാണ്. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റെയിൻ മരങ്ങളാൽ സമൃദ്ധമാണ് അലക്സിന്റെ കൃഷിത്തോട്ടം. വളർച്ചയിലൂടെ ആദ്യഘട്ടങ്ങളിൽ ധാരാളം തണൽ ആവശ്യമുള്ള മാംഗോസ്റ്റെയിൻ കമുകിന്റെയും ജാതിയുടെയും എല്ലാം ഇടവിളയായാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. തിളങ്ങുന്ന ഇലകളോടുകൂടിയ മാംഗോസ്റ്റീൻ 25 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മാംഗോസ്റ്റീൻ പൂത്തു തുടങ്ങുന്നത്. 100-105 ദിവസമാകുമ്പോൾ പരമാവധി തൂക്കവും വലിപ്പവും എത്തും. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ പഴങ്ങൾ വിളവെടുക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മരത്തിൽ നിന്നും 1500 പഴങ്ങളോളം ലഭിക്കും. പ്രത്യേക സംരക്ഷണമൊന്നും ഇല്ലാതെ തന്നെ 10-12 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന പഴവർഗ്ഗമാണ് മാംഗോസ്റ്റീൻ. ഓരോ കൃഷിക്കും ലാഭം മാത്രം നോക്കിയിട്ട് കൃഷി അതിൻ്റെ ഒരു സാധനത്തിന് വില കുറഞ്ഞു പറഞ്ഞു വെച്ചാൽ പിന്നെ അതിൻ്റെ ചുവട്ടിൽ വളം ഒട്ടും ചെയ്യാണ്ടും അല്ലെങ്കിൽ ലാഭമുള്ള കൃഷിക്ക് മാത്രം വളം ചെയ്തിട്ട് ബാക്കിയുള്ള കൃഷിനെ അതേപടി നിർത്തിക്കൊണ്ടും കൃഷി ചെയ്യുന്ന ഒരുപാട് കൃഷി രീതി. അലക്സേട്ടന് നേരെ മറിച്ചാണ്. ഏതിന് വില കുറഞ്ഞാലും ആ കൃഷിയാണെങ്കിലും എന്നും ചെയ്യുന്ന രീതി, അതിന് ഒരു കോട്ടം നട്ടാണ്ട് 2 രൂപ തേങ്ങയ്ക്ക് വിലയുണ്ടാകുമ്പോഴും ആ വളം, ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ചെയ്യുന്ന പണികൾ, അതിന് ചെയ്യേണ്ട വളങ്ങൾ ഒരു ലാഭവും നോക്കാണ്ട് അത് ചെയ്ത് വളരെ ഡീസൻ്റായിട്ട് അതിൻ്റെ ലാഭം നോക്കാണ്ട് അയാൾ അധ്വാനം കൊണ്ട് അതിൻ്റെ എല്ലാ ഇടപാടുകളും തീർത്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ കൃഷിനെ സ്നേഹിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ഒരാളിൻ്റെ കൃഷിയിടത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യ ഗുണങ്ങളും അയാൾ പ്രകൃതിനെയും കൃഷിനെയും ഒരുമിച്ച് സ്നേഹിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ലാഭം കിട്ടാൻ കുറേ വളം ചെയ്തു അല്ലെങ്കിൽ അതിന് വിലയില്ല പറയുമ്പോഴേക്കും വെച്ചതിൽ പകുതി ഉണങ്ങിപ്പോകുമ്പോഴും അതിനൊന്നും ചെയ്യാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു കൃഷിയല്ല. അയാൾ മുതൽ മുടക്കി അധ്വാനത്തിൻ്റെ നല്ലൊരു ഭാഗത്തോട് കൂടിയിട്ട് കൃഷിക്ക് മാത്രമേ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അലക്സേട്ടൻ. അത് കാലങ്ങളായിട്ട് ഈ വളം കൊണ്ടും ആളിൻ്റെ പെരുമാറ്റം കൊണ്ടും ഈ കൃഷിയിടത്തിലുള്ള അധ്വാനത്തിനും നേരിൽ കണ്ടുകൊണ്ടുള്ള ഒരു അനുഭവ പരിചയം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. മലേഷ്യയിൽ നിന്നുള്ള അത്യപൂർവ ഇനമായ സണ്ണകി തെങ്ങുകളും അലക്സ് തന്റെ പറമ്പിൽ നട്ടു വളർത്തിയിട്ടുണ്ട്. തൈക്ക് 600 രൂപ വരെ വില വരുന്ന ഈ തെങ്ങിനം അധികം ഉയരത്തിലല്ലാതെ വളരുന്ന തെങ്ങാണ്. തൈ നട്ട് 2 വർഷമാകുമ്പോൾ കായ്ച്ചു തുടങ്ങും എന്ന പ്രത്യേകതയും ഈ തെങ്ങിനുണ്ട്. ശ്രീ ചെറിയാൻ പി തോമസ് ഇവിടെ നമ്മളുടെ ഈ വർഷത്തെ കർഷക ദിനത്തിൽ പാണഞ്ചേരി കൃഷിഭവൻ്റെ കർഷക ദിനത്തിൽ ആദരിക്കപ്പെടുന്ന വേളയിൽ ഈ നാട്ടിലെ ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം വളരെ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു കൃഷിക്കാരൻ്റെ നന്മ, മണ്ണിനോടുള്ള സ്നേഹം പോലെ തന്നെ അദ്ദേഹം അത് മനുഷ്യ സ്നേഹമായിട്ടും കൂടി കണക്കാക്കുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞത്, ഈ മണ്ണ് ഞാൻ വളരെ ഡിവൈനായിട്ടാണ് കാണുന്നത്. അതാണ് ഒരു കർഷകന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം. ആ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം ആദരവുണ്ട്. മണ്ണിനെ പുണ്യമായിട്ട് കാണുക. മണ്ണ് കാർഷിക വൃത്തിയിൽ മണ്ണെന്ന് പറയുന്നത് സുബീജം സുക്ഷേത്ര എന്നാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ പരിപാവനതയാണ് ഒരു മണ്ണിന് കാർഷിക വൃത്തിയിൽ കൊടുക്കേണ്ടത്. അതിനെ നമ്മൾ മാക്സിമം രാസപ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് മണ്ണിനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഊറ്റി നശിപ്പിച്ചിട്ട് അല്ല നമ്മൾ പുതുതലമുറയ്ക്ക് കൈമാറേണ്ടത്. അദ്ദേഹം കാണിക്കുന്ന ആ ഡിവൈൻ, ആ മണ്ണിനോടുള്ള സ്നേഹം, അത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട്. അതൊരു മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. കൃഷിയെ ഉപജീവന മാർഗമായി മാത്രം കാണാതെ
ജീവിത രീതിയായും കൂടിയാണ് ഈ കർഷകൻ കണ്ടുവരുന്നത്. അലക്സിന്റെ തോട്ടത്തിലെ പണിക്കാർക്ക് ഇവിടെ നിന്നും വേറിട്ട കൃഷിയുടെ പുത്തൻ അറിവുകൾ സ്വായത്തമാക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ഞാൻ അവിടെ 10 വർഷമായി പണിയെടുക്കുന്നത്. ഇവിടെ ഞാൻ എല്ലായിടത്തും പണിക്ക് പോണ ആളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വളപ്പിൽ ആൾ ഇംഗ്ലീഷ് വളം തൊടിക്കില്ല. ചാണകവും ചവറും ആട്ടുംകാട്ടം ഇങ്ങനെയുള്ള വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാ പരിചരണത്തിനും ആളുണ്ടാവും കൂടെ. ആൾ പറയുന്ന മാതിരി ഞങ്ങൾ ചെയ്യുക. അങ്ങനെ അതിനുള്ള വിളവെടുപ്പും നല്ല കാര്യത്തിൽ വിളവെടുപ്പുണ്ട് എല്ലാ നിലയ്ക്കും. വാളഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡും അലക്സിനെ തേടിയെത്തിയിട്ടുണ്ട്. കൃഷിയെ ജീവിതചര്യയായി കണ്ടുകൊണ്ടുള്ള ഈ കർഷകന്റെ കൃഷിയും ജീവിത ചിത്രവും കേരളത്തിലെ പുതുതലമുറ കർഷകർക്ക് മികച്ചൊരു മാർഗദീപമാകുമെന്ന് പ്രതീക്ഷിക്കാം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമഗ്ര പച്ചക്കറി കൃഷി വ്യാപനത്തിന് പുതിയ പദ്ധതി. ആത്മാ സമേതി ജൈവ കൃഷി സമ്മിറ്റ് എറണാകുളത്ത്. വിശദമായ വാർത്തകളിലേക്ക്. വിവിധ ഇനം പച്ചക്കറി വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷിവകുപ്പ് സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി 25 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. കേരളത്തിലെ വിവിധ മേഖലകൾക്ക് അനുയോജ്യമായ പ്രാദേശിക ഇനങ്ങൾ കണ്ടെത്തുക, കർഷകർക്കിടയിൽ സങ്കര ഇനങ്ങൾ പ്രചരിപ്പിക്കുക, സങ്കര ഇനങ്ങളുടെ ശാസ്ത്രീയ കൃഷി വ്യാപിപ്പിച്ച് ഉൽപാദന വർധനവ് സാധ്യമാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇതിനായി തെരഞ്ഞെടുത്ത വെജിറ്റബിൾ ക്ലസ്റ്ററുകൾക്ക് 25 സെന്റിൽ സങ്കര പച്ചക്കറി കൃഷി ചെയ്യാൻ സഹായം നൽകും. ഇത്തരം 225 യൂണിറ്റുകൾക്കാണ് ധനസഹായം നൽകുക. ഓരോ പച്ചക്കറി ഇനവും കുറഞ്ഞത് 5 സെന്റിലെങ്കിലും കൃഷി ചെയ്യണം. 25 സെന്റ് വീതമുള്ള ഒരു യൂണിറ്റിന് പന്തൽ വിളകൾ കൃഷി ചെയ്യാൻ 12,500 രൂപയും മറ്റുള്ളവയ്ക്ക് 10,000 രൂപയും സഹായം നൽകും. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. എറണാകുളം അഗ്രി ഹോർട്ടി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2016 ജനുവരി 2 മുതൽ 10 വരെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പുഷ്പമേള നടത്തുന്നു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2016 ജനുവരി 16, 17 തീയതികളിൽ എറണാകുളം അങ്കമാലിയിൽ ആത്മാ സമേതി ജൈവ കൃഷി സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആത്മാ സമേതി പദ്ധതിയുടെ കണ്ടുപിടുത്തങ്ങളും വിജയകഥകളും സമ്മിറ്റിൽ പ്രദർശിപ്പിക്കും. കൃഷിയുടെ പരിപാലനം, മണ്ണ് പരിപാലനം, വിള പരിപാലനം, മൃഗസംരക്ഷണം, മീൻ വളർത്തൽ, യന്ത്രവൽക്കരണം, ജൈവ കാർഷിക നയം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചാണ് ജൈവ കൃഷി സമ്മിറ്റ്. റബ്ബർ കൃഷിയിൽ റബ്ബർ ബോർഡ് ജനുവരി 4 മുതൽ 8 വരെ പരിശീലനം നൽകുന്നു. റബ്ബർ ബോർഡിന്റെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. പുതിയ നടീൽ വസ്തുക്കൾ, നടീൽ രീതികൾ, വളപ്രയോഗം, വിളവെടുപ്പ്, റബ്ബർ പാൽ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിലുള്ള പരിശീലനത്തിന് 2,500 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0481 2 351 313. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഗ്രാമപ്രിയ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. 0479 2 449 268.
കോട്ടയം കോഴയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞൻ തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 9,200 രൂപ, കോഴിക്കോട് 10,300 രൂപ, തൃശൂർ 9,200 രൂപ. കൊപ്ര കൊച്ചി 6,270 രൂപ, കോഴിക്കോട് 6,600 രൂപ, തൃശൂർ 6,350 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 65,900 രൂപ, കുരുമുളക് ഗാബിൾഡ് 68,900 രൂപ. ചുക്ക് മീഡിയം 18,500 രൂപ, ബെസ്റ്റ് 20,000 രൂപ. മഞ്ഞൾ സേലം 10,800 രൂപ, ഈറോഡ് 11,200 രൂപ. അടയ്ക്ക പഴയത് 25,000 രൂപ മുതൽ 26,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,000 രൂപ, RSS 4ാം ഗ്രേഡ് 10,200 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,000 രൂപ, RSS 4ാം ഗ്രേഡ് 10,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 9,200 രൂപ, കൊപ്ര 6,270 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 65,900 രൂപ, കുരുമുളക് ഗാബിൾഡ് 68,900 രൂപ. ചുക്ക് മീഡിയം 18,500 രൂപ, ബെസ്റ്റ് 20,000 രൂപ. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 20,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 230 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 440 രൂപ മുതൽ 460 രൂപ വരെ. ജാതി പത്രി 650 രൂപ മുതൽ 925 രൂപ വരെ. ഗ്രാമ്പു 790 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,000 രൂപ, RSS 4ാം ഗ്രേഡ് 10,200 രൂപ. ഒട്ടുപാൽ 6,000 രൂപ, ലാറ്റക്സ് 7,200 രൂപ. കമ്പോള അവലോകനം. പ്രമുഖ വിപണികളിൽ കുരുമുളക് വരവ് ശക്തമായത് ഉൽപ്പന്ന വിലയെ തളർത്തി. ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ് 68,900 ഗാബിൾഡ് കുരുമുളകിന്റെ വിപണനം തുടങ്ങിയത്. അന്തർ സംസ്ഥാന വ്യാപാരികൾ രംഗത്തുണ്ടെങ്കിലും വിൽപ്പന സമ്മർദ്ദം തിരിച്ചടിയായി. കൊപ്രയും പച്ചത്തേങ്ങയും ഗ്രാമീണ മേഖലകളിൽ നിന്ന് കൂടുതലായി വിൽപ്പനയ്ക്കിറങ്ങിയത് വെളിച്ചെണ്ണ വിലയെ ബാധിച്ചു. കോഴിക്കോട് ഇന്ന് എണ്ണവില 200 രൂപ ഇടിഞ്ഞു. കൊച്ചിയിലും തൃശൂരും നാളികേര ഉൽപ്പന്നങ്ങൾ തളർച്ചയിലാണ്. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള അന്വേഷണങ്ങളും റബ്ബർ അവധി വ്യാപാരത്തിലെ വാങ്ങൽ താൽപര്യവും ഷീറ്റ് വില ഉയർത്തി. 4ാം ഗ്രേഡ് കിലോ 102 രൂപയിലാണ്. കൊച്ചിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 963 രൂപയിലും ശരാശരി ഇനങ്ങൾ 599 രൂപയിലും കൈമാറി. ആഭ്യന്തര വ്യാപാരികൾ ലേലത്തിൽ സജീവമായിരുന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9. കോഴിക്കോട് 36.2, 24.6. കൊച്ചി 32, 24.8. ആലപ്പുഴ 35.3, 23.8. പുനലൂർ 33.6, 18.5. തിരുവനന്തപുരം 32.7, 22.8 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.